PKC വ്ളോഗ്സിൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. കന്യാകുമാരിയിൽ ഞാൻ പണ്ട് പോയപ്പോൾ എടുത്തു വെച്ചിരുന്ന വീഡിയോസാണ് ഇപ്പോൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി എന്ന ജില്ല അതിമനോഹരമായൊരു സ്ഥലമാണ്. അതിമനോഹരമായ ബീച്ചുകളാണ്. ഒരുപാട് ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കേണ്ടിയിരുന്ന ഒരു ജില്ലയാണ് കന്യാകുമാരി. പാലക്കാട് നമുക്ക് കിട്ടിയപ്പോൾ കന്യാകുമാരി തമിഴ്നാടിന് കൊടുക്കുമായിരുന്നു. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ആസ്ഥാനം തന്നെയായിരുന്നു പത്മനാഭപുരം എന്ന് പറയുന്ന കന്യാകുമാരി ജില്ലയിലെ ആ ഒരു പ്രദേശം. അവിടെ ഇപ്പോഴും പത്മനാഭപുരം പാലസ് ഉൾപ്പെടെ എല്ലാ സംഗതികളും ഉണ്ട്. നമ്മുടെ തിരുവിതാംകൂർ രാജഭരണത്തിൻ്റെ ആസ്ഥാന കേന്ദ്രം തന്നെയായിരുന്നു അത്. പക്ഷെ എന്ത് ചെയ്യാനാ, അന്നത്തെ കാലഘട്ടത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ കന്യാകുമാരി നേരെ തമിഴ്നാടിന് പോയി, പാലക്കാട് നമുക്ക് കിട്ടി. കന്യാകുമാരിയിലെ ത്രിവേണി സംഘം ഉൾപ്പെടുന്ന പ്രദേശങ്ങളൊക്കെ അസാധ്യ ഭംഗിയുള്ള ബീച്ചുകളാണ്, അസാധ്യ വൈബുള്ള ബീച്ചുകളാണ്. ആകെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വഴിവാണിഭക്കാരെ കൊണ്ട് വലിയ ശല്യ. കൈ നോക്കാൻ വരുന്നവർ, കടല വിൽക്കാൻ വരുന്നവർ, ഭിക്ഷ എടുക്കാൻ വരുന്നവർ. നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് അസ്തമയം കാണാനോ സ്വസ്ഥമായിട്ടിരുന്ന് എന്തെങ്കിലും ആലോചിക്കാനോ അങ്ങനെ ടൂറിസ്റ്റുകൾക്കൊരു സ്വസ്ഥത കിട്ടുന്ന ഒരു സ്ഥലമല്ല കന്യാകുമാരി. ബാക്കി എല്ലാം കൊണ്ടും പ്രകൃതി മനോഹരമായൊരു സ്ഥലമാണ്, അസാധ്യ ഭംഗിയാണ്. കുറേയൊക്കെ ഏരിയാസിൽ വൃത്തിയുണ്ട്. പക്ഷെ എന്നാലും ഒരു ഗോവൻ ബീച്ചിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യമില്ല ടൂറിസ്റ്റുകൾക്ക്. എപ്പോഴും ഇങ്ങനെ ഒന്ന് തോണ്ടിക്കൊണ്ടിരിക്കും. സാർ സഹായിക്കും, സാർ കടല സാർ കൈ നോക്കാം സാർ എന്ന് പറഞ്ഞ്. അത് വല്ലാത്ത അലോസരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ അതിമനോഹരമായൊരു സ്ഥലമാണ് കന്യാകുമാരി.